ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. മാഷാ അല്ലാ, ഇവിടെയും കുഴപ്പമൊന്നുമില്ല, നമ്മളിങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്ന് ഉച്ചക്ക് മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. കിച്ചണിൽ വന്നപ്പോൾ ഉച്ചക്കത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള വലിയ ഐഡിയാസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ റെഡിയാക്കേണ്ടതെന്ന് അങ്ങനൊരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പോയിട്ട് ഫ്രിഡ്ജൊന്ന് തുറന്ന് നോക്കി, ഇന്നിപ്പോൾ എന്തൊക്കെയാണ് ഫ്രിഡ്ജിലുള്ളതെന്ന്. അല്ലെങ്കിലും നമ്മൾ കിച്ചണിൽ വന്ന് ആദ്യം ചെയ്യുന്ന പരിപാടി ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കലാണല്ലേ. തലേ ദിവസത്തെ കറികളോ വെജീസ് എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടോ, ഫിഷും ഇറച്ചി എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണല്ലോ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഞാനും അതേപോലെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ബീഫ് തന്നെ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ ഫുഡ് എന്താ റെഡിയാക്കാൻ വലിയ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടുമല്ലോ അല്ലേ. ഞാനെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. മുന്നേ പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഫ്രിഡ്ജ് തുറന്നിട്ട് കുറച്ച് നേരം ഒന്ന് നോക്കി നിൽക്കും, എന്തൊക്കെയാണ് ഇപ്പോൾ ഇന്ന് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തലയിൽ ഇങ്ങനെ ബൾബ് കത്തുമല്ലോ. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ സാധാരണ രീതിയിലാണ്, വലിയ വെറൈറ്റി റെസിപ്പിയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. മൺചട്ടിയിൽ അങ്ങനെ സാധാരണ നമ്മൾ പണ്ട് മുതലേ ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ റെസിപ്പി വീഡിയോ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ തലയിൽ ബൾബ് കത്തുന്ന വീട്ടമ്മമാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് പല സമയത്തും ഐഡിയാസ് പറഞ്ഞു തരുന്ന ഒരാളാണ് ഫ്രിഡ്ജ് കേട്ടോ. അത് തുറന്ന് നോക്കുമ്പോഴാവും നമ്മൾ മറന്നു വെച്ച പലതും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോഴാവും ഇതിപ്പോൾ ഇന്നിങ്ങനെ ചെയ്യാലോ അങ്ങനെ ചെയ്യാലോ എന്നൊക്കെയുള്ള ഓരോന്ന് മനസ്സിലേക്ക് ഇങ്ങോട്ട് തെളിഞ്ഞ് വരികയല്ലേ. നമ്മൾ മറന്നു വെച്ചതും പലതും ഉണ്ടാവും. എപ്പോഴെപ്പോഴും ഫ്രിഡ്ജ് അങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യലില്ലല്ലോ. അപ്പോൾ 5 ദിവസം 1 ദിവസമൊക്കെ ആകുമ്പോഴാണ് ഡീപ്പ് ക്ലീനിങ് ചെയ്യൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചിലതൊക്കെ നമ്മൾ കാണാതെ ഇരിക്കണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഒന്ന് തുറന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഐഡിയ കിട്ടാതെ ഇരിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാ ബീഫ് കറി റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാൻ ബീഫ് മസാല തേക്കുന്ന സമയത്ത് അതിൽ വലിയ എല്ലിൻ്റെ പീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അങ്ങോട്ട് മാറ്റി വെക്കും കേട്ടോ. കാരണം ഇതിങ്ങനെ കൈ കൊണ്ടാണ് കുഴച്ചെടുക്കുക. അപ്പോൾ ആ സമയത്ത് എല്ലിൻ്റെ പീസൊക്കെ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടുമല്ലോ കൈക്ക്. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും ചെയ്യൽ എല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ മാറ്റി വെക്കും. എല്ലാതും ഇട്ടിട്ട് കുഴച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കുന്നതിൻ്റെ മുന്നായിട്ട് എല്ലിൻ്റെ പീസുകളൊക്കെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. 1-2 പ്രാവശ്യം എനിക്കങ്ങനെ പണി കിട്ടിയിട്ടുണ്ട്. നല്ല ആവശ്യത്തോടെ ബീഫൊക്കെ അങ്ങോട്ട് മസാല ഒക്കെ ഇട്ട് കൈ കൊണ്ട് അങ്ങോട്ട് കുഴച്ച് വെക്കുന്ന സമയത്തായിരിക്കും കയ്യിൽ എല്ലൊക്കെ അങ്ങോട്ട് കുത്തി കയറൽ. അപ്പോൾ മുൻകരുതലായിട്ട് ഞാൻ ആദ്യം തന്നെ അതിൽ നിന്ന് എല്ലിൻ്റെ പീസുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം അങ്ങോട്ട് പറ്റി ഒഴിവാക്കിയാലും ബീഫ് ടേസ്റ്റ് ഇല്ലല്ലോ. കുറച്ചൊക്കെ എല്ലോട് കൂടിയിട്ടുള്ള ബീഫും ചിക്കനൊക്കെ കഴിക്കാനാണല്ലോ ടേസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാനും കഴിയില്ല. അപ്പോൾ ലാസ്റ്റ് മസാലകളൊക്കെ റെഡിയാക്കിയിട്ട് അടുപ്പത്തൊക്കെ വെച്ചതിന് ശേഷം ഞാൻ എല്ലിൻ്റെ പീസുകളൊക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നതായിരുന്നു. അപ്പോൾ വേഗം തന്നെ അതും കൂടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. എന്തെന്നെ ഒഴിവാക്കിയാലും ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഈ ബീഫിൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അത് ഒരു ബീഫിൻ്റെ ഒരു പച്ചച്ചവ മാറി കിട്ടാനോ ഒക്കെ നല്ലതാണല്ലേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ ബീഫൊക്കെ റെഡിയായപ്പോൾ ഞാനത് അങ്ങോട്ട് ചീനച്ചട്ടിയിലിട്ടിട്ട് അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ബീഫൊക്കെ കൂട്ടി നമ്മളെ ഉച്ചക്കത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്നും പിന്നെ ഡീറ്റെയിൽഡ് വീഡിയോ ആക്കി എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്തൊക്കെ തിരക്കുകളായിട്ട് അങ്ങനെ വിട്ടുപോയിട്ടോ. വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണല്ലേ. എന്നും ചെയ്തില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ആയിട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ. അതവർ കഴിച്ചിട്ട് ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ട് ഉമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കുട്ടികളെ വയറും ഫില്ലാവുമല്ലോ. അപ്പോൾ ഞാനിന്നിപ്പോൾ എന്താ പറയുക, നമ്മളെ പാൻ കേക്ക് ഉണ്ടല്ലോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നതാണ്. അപ്പോൾ ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ബ്രെഡ് ഒരുപാട് എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സംഭവം ആയതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാനതങ്ങോട്ട് തീർക്കും കേട്ടോ. ഒരാഴ്ചേൻ്റെ അപ്പുറത്തേക്ക് ബ്രെഡിന് ആയുസില്ലല്ലോ. അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലേക്ക് 4-5 ബ്രെഡ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, ഏലക്കാപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിലുള്ള പാൻ കേക്കാണ് കേട്ടോ. അപ്പോൾ പാലൊക്കെ ഒഴിച്ചത് കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ, മാവ് കുറച്ച് ലൂസായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ലൂസല്ല, നമുക്കിത് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം എന്നുണ്ടെങ്കിലും കുറച്ച് ഗോതമ്പ് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മളെ പാൻ കേക്കിൻ്റെ കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ എടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു മാവിൻ്റെ മധുരമൊക്കെ അങ്ങോട്ട് ബാലൻസ് ചെയ്തിട്ട് ടേസ്റ്റൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പണിയൊന്നുമില്ല. പാൻ അടുപ്പത്ത് വെക്കുക. ചൂടായിട്ട് വരുമ്പോൾ ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് പരത്തി കൊടുക്കുക. 2 ഭാഗവും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുണ്ട് വേവിച്ചെടുത്താൽ ബ്രെഡ് വെച്ചിട്ടുള്ള നമ്മളുടെ പാൻ കേക്ക് റെഡിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. കാരണം ബ്രെഡ്, മുട്ട, പാല് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് കരിഞ്ഞ് പോകട്ടോ അടി. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ തീ കുറക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് വെച്ചിട്ട് വേണം ഈ ഓരോ സംഭവം റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടി പോയിട്ട് പണി കിട്ടിയിരിക്കണ്, കരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റത്തെ പാൻ കേക്ക്. പിന്നെയാണ് ഞാൻ തീൻ്റെ കാര്യം ഓർമ്മിച്ചത്. അപ്പോൾ അതങ്ങോട്ട് ലോ ആക്കി വെച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ.
അപ്പോൾ ഇത് മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് പരത്തി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും കൂടി വേവിച്ചെടുത്താൽ മതി കേട്ടോ. കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണല്ലോ അല്ലേ. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്ലീനിങ്ങും കൂടെ ഒരു സൈഡായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഒരു സമയത്ത് തന്നെ കഴിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാൻ കേക്ക് റെഡിയാക്കുന്ന സമയത്ത് മാവൊക്കെ സ്റ്റൗവിലൊക്കെ ഇങ്ങനെ കുറേശ്ശൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അപ്പം തന്നെ തുടച്ചെടുക്കണം. എല്ലാതും കഴിയട്ടെ എന്ന് വിചാരിച്ചാൽ അത് അവിടെ ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ നമുക്ക് വൃത്തിയാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ആവുന്ന സമയത്ത് തന്നെ ഒരു തുണി വെച്ചിട്ട് അപ്പോൾ തന്നെ തുടച്ചെടുത്താൽ പിന്നെ വലിയ റിസ്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മൾ പാൻ കേക്കൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. നല്ല സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. ബ്രെഡ്, പാല്, മുട്ട ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഐറ്റംസ് തന്നെയാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. കുട്ടീസിനൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ഇതേപോലത്തെ പാൻ കേക്ക് ഇടത്തൊക്കെ കുട്ടീസിനെ ഉണ്ടാക്കി കൊടുത്തു നോക്കാം കേട്ടോ. ഒരിക്കലും അവർ ഇഷ്ടമില്ല കഴിക്കില്ല എന്നൊന്നും പറയില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോൾ ഉണ്ടല്ലോ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ സംഭവമാണ് കേട്ടോ. ഇളച്ച നാട്ടിലുണ്ട്. അപ്പോൾ അവർ തറവാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് കേട്ടോ. ഫിഷ് ഗ്രിൽ ചെയ്തതാണ്. അപ്പോൾ ഇളച്ചനക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ. ഇതിൻ്റെ മസാലക്കൂട്ടുകളും അത് ഗ്രില്ല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ഗൾഫിൽ തന്നെയാണ് കേട്ടോ ജോലി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കണക്കും കാര്യങ്ങളും വേവൊക്കെ കൃത്യമായിട്ട് അറിയണതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അവനിത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങോട്ട് നമുക്കുള്ളത് കൊടുത്തയച്ചതാണ്. അവിടെ നമ്മൾ ഗൾഫിലായിരുന്നപ്പോൾ റൂമിലേക്ക് എപ്പോഴും കൊടുത്തയക്കുമായിരുന്നു കേട്ടോ. ഇവർക്ക് അതിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അവിടുന്ന് കൊടുത്തയക്കും. അപ്പോൾ അതേ ഒരു ടേസ്റ്റ് നമുക്ക് വീണ്ടും കിട്ടിയിട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. പ്രത്യേകിച്ചൊരു മസാലക്കൂട്ടുകളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് തോന്നലുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഇതിനേക്കാളും നല്ല താല്പര്യമാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ചൂടോടുകൂടെ ഇങ്ങോട്ട് കൊടുത്തയച്ചപ്പോൾ പിന്നെ അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് അവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പഠിക്കുന്നതൊക്കെ ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. അത് പിന്നെ എന്തെങ്കിലും കാരണം കിട്ടിയാൽ മതിയല്ലോ ബുക്കൊക്കെ പൂട്ടി വെക്കാൻ. ഗ്രിൽ ചെയ്ത ഐറ്റംസുകളാകുമ്പോൾ അതിപ്പോൾ ചിക്കനോ ഫിഷോ എന്തെന്നെ ആയാലും അതിൻ്റെ കൂടെ നല്ല രീതിയിൽ പോകുന്നത് പൊറോട്ട, കുബൂസ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണല്ലോ. ചോറിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് പൊറോട്ടയും കുബൂസൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ നമുക്ക് പാക്ക് ചെയ്ത് കൊടുത്തയച്ചതാണ് കേട്ടോ. ചിക്കനോ ഫിഷോ എന്തായാലും നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ ഇങ്ങനെ ഗ്രിൽ ചെയ്ത് കഴിക്കുന്നത് അല്ലേ. ഓയിലൊന്നും ചേർക്കണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്ത് വൈസ് നല്ലതാണല്ലോ. അപ്പോൾ ടേസ്റ്റും കുറച്ച് കൂടുതലാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരേപോലെ ഇഷ്ടമാണല്ലേ ഗ്രിൽ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ എന്താ പറയുക, കുട്ടികളോട് ഞാൻ കഴിച്ചോളി എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അവരെന്നെ പെട്ടെന്നെടുത്ത് കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ കേട്ടോ. ഒരുപാട് വലിച്ചു നീട്ടി പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ നിങ്ങൾ കാത്തിരിക്കുന്നു വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയുള്ള വീഡിയോയിലൊക്കെ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.